ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു കിച്ചൺ സെറ്റ് അൺബോക്സിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ഇവിടുത്തെ അയർലൻഡിലെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മളിവിടെ വന്നിട്ട് വാങ്ങിക്കുന്ന ആദ്യത്തെ കിച്ചൺ സെറ്റാണ്. കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഇത് ഒന്ന് അൺബോക്സ് ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിതിനകത്തെ സാധനങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിന്ന് ഫിക്സ് ചെയ്ത് കിട്ടാൻ ഇത്തിരി സമയമെടുക്കും. ഇതിനകത്ത് തന്നെ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇത് വെക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു പേപ്പറും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാ സാധനങ്ങളും പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് വേണ്ട ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ആ ഒരു ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഇത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു പിക്ചറിൽ കാണുന്നത് പോലെയുള്ള ഒരു കിച്ചൺ സെറ്റ് ആക്കി എടുക്കണം. അതിനാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ വേണ്ട ഒത്തിരി സാധനങ്ങളുണ്ട്. രണ്ടുപേരും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തെടുത്ത് നോക്കുവാണ് കേട്ടോ. ഇത് സ്ക്രൂ ഡ്രൈവറാ. മുട്ട. That's so cool. ഞാൻ മുട്ട ബോയിൽ ചെയ്യാം. ഹോട്ട് ഡോഗ്. തകർത്ത് പണിയിലാണ്. ഇത് എത്രയും വേഗം ഇതൊന്ന് സെറ്റാക്കി കിട്ടാനായിട്ട് എല്ലാവരും കൂടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം നോക്കിയിട്ടാണ് നമ്മളിതൊക്കെ ഒന്ന് അതിൻ്റെ കറക്റ്റ് ഫിക്സിങ് ഒക്കെ ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഒരു കിച്ചൺ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നേരത്തെയൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ സൗകര്യം കൂടുതലുണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്താണെങ്കിൽ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു, വാഷ് ബേസിൻ ഉണ്ട്, പൈപ്പുണ്ട്, പിന്നെ ആണെങ്കിൽ ഇതിൽ മൈക്രോവേവ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേയധികം സാധനങ്ങളുണ്ട്. നമുക്ക് ഓരോന്നിനും ഓരോ സ്റ്റിക്കറും കൂടി ഇതിൻ്റെ അകത്ത് കൂടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. കുക്കിംഗ് റേഞ്ച് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെയൊക്കെ സ്റ്റിക്കറുകളെല്ലാം ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കിച്ചൺ സെറ്റ് ഏകദേശം അതിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെയുള്ളൊരു കിച്ചൺ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തോരം എക്സൈറ്റഡ് ആവും നമ്മളൊക്കെ. ഇപ്പോൾ എന്തൊക്കെ നല്ല സെറ്റുകളാണ്, കുക്കിംഗ് സെറ്റുകൾ, എന്തെല്ലാം വെറൈറ്റികളാണ് വരുന്നത്. കുട്ടികൾക്കൊക്കെ എന്തൊക്കെയാണ് കളിക്കാനൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ കുക്കിംഗ് സെറ്റൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുക്കിംഗ് സെറ്റിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് പാത്രങ്ങളും ഞങ്ങൾക്ക് കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കറും അങ്ങനെ കുറേ സാധനങ്ങൾ, നമുക്ക് കുക്ക് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുക്കിംഗ് സെറ്റിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള കുക്കിംഗ് ഒക്കെ ഇവിടെ നടക്കുമെന്ന് വിചാരിക്കുന്നത്. കളിക്കാനൊക്കെയുള്ള ആൾക്കാരും എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുക്കിംഗ് സെറ്റും ഒക്കെ ആയിട്ട് കുട്ടികൾ എൻജോയ് ചെയ്യുകയാണ്. ഇത് വെരി 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 കോൾഡ്. ഇത് എന്തുവാ നോർമൽ, ഇത് മീഡിയം ഹോട്ട്, ഇത് വെരി 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 ഹോട്ട്. ഈ സോസേജിന് വെരി ഹോട്ട് വേണോ അതോ സ്മാൾ വേണോ എന്ന് ഇവിടെ ആയിരിക്കും. അപ്പൊ അതിന് ലൈക്ക് സ്മാൾ ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ ഞാൻ മീഡിയം, ചിലപ്പോൾ ഞാൻ വെരി വെരി വെരി. ഇത് നമുക്ക് ഇങ്ങോട്ടും ആക്കാം. വെള്ളം വേണമെങ്കിൽ എന്നിട്ട് ഇങ്ങോട്ടാക്കാം. നമുക്ക് ഇത് വേണമെങ്കിൽ സ്പഞ്ച് ഉണ്ട് നമുക്ക് കഴുകാൻ. എന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് കഴുകും. അത് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ ഇവിടെയുണ്ട്.